ഭൂമിക്കടിയിൽ അതായത് പാതാളത്തിൽ പെരിയാറിൻ്റെ തീരത്ത് ഒരു ഹനുമാൻ സ്വാമി താമസിക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആയിരക്കണക്കിന് നാളികേരങ്ങൾ നിരനിരയായി കെട്ടിയിട്ടിരിക്കുന്നത് ഒരു അപൂർവമായ കാഴ്ചയാണ്. 2 ആഞ്ജനേയ വിഗ്രഹങ്ങൾ, 7 മുഖങ്ങൾ, ഒരേ ഒരു ക്ഷേത്രം. 41 ദിവസം കൊണ്ട് ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യസിദ്ധി പൂജ. കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി സന്നിധിയിൽ ഇഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നാളികേരം ഉപയോഗിച്ചൊരു കാര്യസിദ്ധി പൂജയുണ്ട്. പ്രാർത്ഥന ചെയ്ത് നാളികേരം കെട്ടിക്കഴിഞ്ഞാൽ 41 ദിവസം വ്രതമെടുത്ത് അതിനുശേഷം നാളികേരം വെച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടകാര്യം നടക്കുമെന്നതാണ് പരമമായ സത്യവും അത് തന്നെയാണ് വിശ്വാസവും. പഞ്ചമുഖ പാതാള ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലും ദിവസേന പൂജകളില്ല. ഇവിടെ പൂജ നടക്കുന്നത് എല്ലാ മാസവും അത്തം നക്ഷത്രത്തിൽ വൈകിട്ട് സമയത്താണ് പൂജകൾ നടക്കാറ്. അധികമാരും കണ്ടിട്ടില്ലാത്ത അത്യപൂർവമായൊരു സ്ഥലം, ഒരു ഹനുമാൻ സ്വാമി പാതാളത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരത് വിശ്വസിക്കും? പഞ്ചമുഖ പാതാള ആഞ്ജനേയ സ്വാമി. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ബാധാദോഷം എന്നിവ മാറുന്നതിന് പഞ്ചമുഖ ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേക വഴിപാടുണ്ട്. ഉപ്പ്, കുരുമുളക്, ഇരുമ്പ്, ചെമ്പ് കൊണ്ടുള്ള ആൾരൂപം എന്നിവ തലയ്ക്കൊഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന എള്ളുതിരി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ കത്തിക്കണം. അതാണ് ഇതിനെല്ലാത്തിനുമുള്ള ഒരു പരിഹാരം. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടിയ ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങളും ഒരു പ്രാവശ്യം വരണം. കാര്യസിദ്ധി ആഞ്ജനേയനും പാതാള ആഞ്ജനേയനും കൂടാതെ ഇവിടെ വിജയ ആഞ്ജനേയനും ഉണ്ട്. കാര്യതടസ്സങ്ങൾ മാറി വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായി വിജയ ആഞ്ജനേയ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സാധാരണ കേരള ക്ഷേത്രങ്ങളിൽ കാണാത്ത പലതരത്തിലുള്ള പൂജാവിധികളും ഇവിടെ ഉണ്ട്. ആഞ്ജനേയ സ്വാമിക്ക് മുന്നിലുള്ള കാര്യസിദ്ധി പൂജയെ പറ്റിയാണ് പറയാനുള്ളത്. നാളികേരം ഉപയോഗിച്ചാണ് ഈ കാര്യസിദ്ധി പൂജ ഇവിടെ നടക്കാറുള്ളത്. ഭക്തർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യസിദ്ധി പൂജയ്ക്ക് വേണ്ടി ഒരു ചീട്ടെടുക്കണം. ചീട്ടെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നാളികേരമാകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് തന്നെ നാളികേരം ലഭിക്കും. ഇത് വെച്ച് ഭഗവാന് മുന്നിൽ 3 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം ഇഷ്ടകാര്യം പ്രാർത്ഥിച്ച് നാളികേരം ഇവിടെ കെട്ടുന്നു. നാളികേരം കെട്ടുന്ന ദിവസം മുതൽ 41 ദിവസം വരെ ഭഗവാൻ പറയുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടത്തും. അത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞതിന് ശേഷം 41 ദിവസം കഴിഞ്ഞ് നിങ്ങളിവിടെ എത്തി ആ തേങ്ങയെടുത്ത് ഒരാഹാരം വെച്ച് കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ നാട്ടിലുള്ളയും ഇവിടെ ഉള്ള എല്ലാവരുടെയും വിശ്വാസവും അത് തന്നെയാണ് സത്യം.